കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പോരാട്ടമായി മാറിയിരിക്കുകയാണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം. ഭരണ തുടർച്ചയുടെ ആത്മവിശ്വാസത്തിൽ ജനവിധി തേടിയ പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടി കേവലം ഒരു അധികാര നഷ്ടം എന്നതിലുപരി സംഘടനയുടെ അടിത്തറ ഇളക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് നാളെ തിരുവനന്തപുരത്ത് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളും നേതൃത്വത്തിനെതിരായ അമർഷവും അണപൊട്ടുന്ന ഒരു വേദിയായി ഈ യോഗം മാറുമെന്നത് ഉറപ്പാണ്. രണ്ടാം പിണറായി സർക്കാരിന് ജനങ്ങൾ നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റ് പാർട്ടി ഇതുവരെ പ്രതീക്ഷിച്ച ഒന്നായിരുന്നില്ല. വൻ വികസന പദ്ധതികളും കിറ്റും ക്ഷേമ പദ്ധതികളും വോട്ടായി മാറുമെന്ന് കരുതിയ നേതൃത്വത്തിന് താഴെത്തട്ടിൽ രൂപപ്പെട്ട ശക്തമായ ഭരണവിരുദ്ധ വികാരം തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. 1980-കൾക്ക് ശേഷം പാർട്ടി ഇത്രയും വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് ആദ്യമായാണ്. കേവലം സീറ്റുകളുടെ എണ്ണം കുറഞ്ഞതല്ല, മറിച്ച് പാർട്ടിയുടെ കോട്ടകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇടങ്ങളിൽ പോലും വോട്ടുകൾ ചോർന്നതാണ് ഗൗരവകരമായ വിഷയം. CPIM-നുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാന വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ചാണ്. പാർട്ടി തീരുമാനങ്ങളെക്കാൾ മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുന്നു എന്ന വികാരം മുതിർന്ന നേതാക്കൾക്കിടയിൽ പോലുമുണ്ട്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പെരുമാറ്റശൈലി സാധാരണക്കാരെ പാർട്ടിയിൽ നിന്നും അകറ്റിയെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഭരണകൂടം ജനങ്ങളിൽ നിന്നും അകന്നുവെന്ന സത്യം സമ്മതിക്കാൻ ഔദ്യോഗിക പക്ഷം തയ്യാറാകുമോ എന്നതാണ് നാളത്തെ യോഗത്തിലെ പ്രധാന ചോദ്യം. ആഭ്യന്തര വകുപ്പിന് നേരെയുള്ള നിരന്തരമായ വിമർശനങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായയെ സാരമായി ബാധിച്ചു. സംഘപരിവാർ അജണ്ടകൾക്ക് പോലീസ് വഴങ്ങുന്നുവെന്ന ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചു. പാർട്ടി പ്രവർത്തകരെക്കാൾ ഉദ്യോഗസ്ഥർക്ക് ഭരണത്തിൽ പ്രാധാന്യം ലഭിച്ചത് താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വീര്യം കെടുത്തി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം ഈ പരാജയം വ്യക്തിപരമായി വലിയൊരു തിരിച്ചടിയാണ്. പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ പോലും വോട്ട് വിഹിതം കുറഞ്ഞത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഗോവിന്ദൻ മാസ്റ്റർ നയിച്ച പ്രചാരണ തന്ത്രങ്ങൾ യുവജനങ്ങളെയും നിഷ്പക്ഷ വോട്ടർമാരെയും ആകർഷിക്കുന്നതിൽ പരാജയപ്പെട്ടു. സൈദ്ധാന്തികമായ വിശദീകരണങ്ങൾക്കപ്പുറം ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാൻ നേതൃത്വത്തിന് സാധിച്ചില്ല. നേതാക്കളുടെ കുടുംബാംഗങ്ങൾ പാർട്ടി അധികാരത്തിലും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലും അമിതമായി ഇടപെടുന്നുവെന്ന പരാതി CPM-ൽ മുൻപെങ്ങുമില്ലാത്ത വിധം ശക്തമാണ്. PK ശ്യാമള ഉൾപ്പെടെയുള്ളവരുടെ സ്വാധീന മേഖലകളിലെ പരാജയം ഇതിന് അടിവരയിടുന്നു. CPIM-ന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളായ പിന്നോക്ക വിഭാഗങ്ങളിലും ന്യൂനപക്ഷങ്ങളിലും വലിയ തോതിലുള്ള വിള്ളലുകൾ ഉണ്ടായിട്ടുമുണ്ട്. SDPI പോലുള്ള സംഘടനകളുടെ സ്വാധീനവും ന്യൂനപക്ഷ വോട്ടുകൾ UDF-ലേക്കും മറ്റ് സ്വതന്ത്ര പാർട്ടികളിലേക്കും മാറിയത് CPM-നെ ഞെട്ടിച്ചു. SNDP നേതൃത്വവുമായുള്ള അസ്വാരസ്യങ്ങളും വർഗീയ കാർഡുകളും മറ്റും പാർട്ടികൾ ഉപയോഗിച്ചതും ഹിന്ദു പിന്നോക്ക വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടാക്കി. CPIM-നെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടികൾ പുതിയ കാര്യമല്ല. 2001-ൽ ആകെ 40 സീറ്റുകളിൽ ഒതുങ്ങിയ LDF 2004-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും 2006-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും വിസ്മയകരമായ തിരിച്ചുവരവ് നടത്തിയിരുന്നു. VS അച്യുതാനന്ദൻ എന്ന ജനകീയ നേതാവിന്റെ ഇടപെടലുകളായിരുന്നു അന്ന് പാർട്ടിയെ രക്ഷിച്ചത്. എന്നാൽ ഇന്നത്തെ സാഹചര്യം വ്യത്യസ്തമാണ്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് ജനവികാരം അതിവേഗം മാറുന്നു. അന്ന് പാർട്ടിക്ക് VS എന്നൊരു ജനകീയ തിരുത്തൽ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത്തരം ഒരു നേതാവിന്റെ അഭാവം പ്രകടമാണ്. തിരുവനന്തപുരത്ത് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നിരവധി കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടി വരും. മന്ത്രിസഭയിൽ മാറ്റങ്ങൾ വേണോ? മുഖ്യമന്ത്രി തന്റെ ശൈലി മാറ്റാൻ തയ്യാറാകുമോ? സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് മാറ്റം വേണോ എന്ന ചർച്ചകൾ ഉയർന്നേക്കാം. പരാജയപ്പെട്ട തട്ടകങ്ങളിലെ പ്രാദേശിക കമ്മിറ്റികൾ പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ. നിരാശരായ പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുക. BJP-യുടെയും മറ്റു വർഗീയ ശക്തികളുടെയും വളർച്ചയെ പ്രതിരോധിക്കാനുള്ള പുതിയ രാഷ്ട്രീയ ലൈൻ രൂപീകരിക്കുക. CPIM-നെ സംബന്ധിച്ചിടത്തോളം ഇത് ആത്മപരിശോധനയുടെ സമയമാണ്. ഞങ്ങൾ ചെയ്തതൊക്കെ ശരിയാണ്, ജനങ്ങൾക്കാണ് തെറ്റുപറ്റിയത് എന്ന നിലപാട് തുടർന്നാൽ അത് പാർട്ടിയുടെ സർവനാശത്തിനും വഴിതെളിക്കും. മാധ്യമവേട്ട എന്ന സ്ഥിരം പല്ലവി മാറ്റി നിർത്തി തങ്ങളുടെ ഭരണത്തിലും സംഘടനയിലും വന്ന പുഴുക്കുത്തുകൾ നീക്കം ചെയ്യാൻ തയ്യാറാകുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. നാളെ പുറത്തുവരുന്ന സെക്രട്ടേറിയറ്റ് തീരുമാനങ്ങൾ കേരള രാഷ്ട്രീയത്തിന്റെ വരുംകാല ചിത്രം നിശ്ചയിക്കും. തിരുത്തലുകൾ താഴെത്തട്ടിൽ നിന്നുണ്ടാകണം. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, അവരുടെ വേദനകൾ അറിയുന്ന പഴയ കമ്മ്യൂണിസ്റ്റ് ശൈലിയിലേക്ക് മടങ്ങിപ്പോകാൻ പാർട്ടി തയ്യാറാണോ എന്നതാണ് ദശലക്ഷക്കണക്കിന് പ്രവർത്തകർ ചോദിക്കുന്നത്. ചോദ്യം. അധികാരത്തിന്റെ ഗർവ് മാറ്റിവെച്ച് വിനയത്തോടെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ CPIM തയ്യാറായില്ലെങ്കിൽ ഈ പരാജയം ഒരു തകർച്ചയുടെ തുടക്കം മാത്രമായിരിക്കും.